പ്രതിഷേധം ആളിക്കത്തുന്ന കൊൽക്കത്തയിലേക്കാണ് ആദ്യം. കൊൽക്കത്തയിലെ ആർ.ജി. കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം കനക്കുകയാണ്. അഭയയ്ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരങ്ങളാണ് രാത്രിയിലും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. അമിത്ഷായെ കാണാൻ സമയം തേടിയിരിക്കുകയാണ് ബംഗാൾ ഗവർണർ സി.വി. ആനന്ദ ബോസ്. ആർ.ജി. കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ ഫോൺ രേഖകൾ സിബിഐ പരിശോധിക്കുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോടാണ് ചേരുന്നത്. അതിൽ ഇന്നലെ രാത്രി വൈകിയും വളരെ രീതിയിലുള്ള റോഡിലിറങ്ങിയുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു. ഇന്നും ബി.ജെ.പി. പൂർണ്ണ അർത്ഥത്തിൽ ഈ സമരം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പ്രതിഷേധത്തിന്റെയും സമരത്തിന്റെയും ഒക്കെ ആ ഒരു രൂപം തന്നെ മാറാൻ, സ്വഭാവം തന്നെ മാറാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഒപ്പം പ്രതിഷേധം എത്തരത്തിലാണ് നിലവിൽ പുരോഗമിക്കുന്നത്? സമരം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വലിയ രൂപത്തിൽ, അത് ബംഗാൾ തന്നെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പ്രതിഷേധം കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായി. ഇന്നലെ വൈകുന്നേരം ഫുട്ബോൾ മത്സരത്തിനെത്തിയ ഫുട്ബോൾ ആരാധകർ, ഈസ്റ്റ് ബംഗാളിലെയും മോഹൻ ബഗാന്റെയും ആരാധകർ, 60,000-ത്തോളം ആരാധകർ കൊൽക്കത്ത നിറഞ്ഞപ്പോൾ അത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും പ്രക്ഷോഭം തുടരുകയാണ്. അത് ഇന്നും തുടരുമെന്നാണ് നിലവിൽ അറിയിക്കുകയും ചെയ്യുന്നത്. ഈ ഡോക്ടർമാരുടെ സമരം ഇതിനോടകം തന്നെ ആർ.ജി. കർ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ആർ.ജി. കർ മെഡിക്കൽ കോളേജിന് സമീപത്ത് 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് സമരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ നിയന്ത്രണങ്ങൾ മറികടന്നുള്ള സമരത്തിലേക്ക് വിദ്യാർത്ഥികളും പ്രതിഷേധക്കാരും പോകുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അത് ഇന്നും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത് സർക്കാരിനെയും CBI അന്വേഷണ സംഘത്തെയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാനമായും സന്ദീപ് ഘോഷിനെ ഇന്നും ചോദ്യം ചെയ്തേക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. 3 ദിവസം തുടർച്ചയായി 30 മണിക്കൂറിലധികം മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്തിരുന്നു. കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലും ഒപ്പം കൊലപാതകത്തിന് തൊട്ടു പിന്നാലെയും പലവിധമായ ക്രമക്കേടുകൾ, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് CBIയുടെ വിലയിരുത്തൽ. ഫോൺ രേഖകളടക്കം പരിശോധിക്കാനാണ് തീരുമാനം. ഇതിനൊപ്പം ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയെ മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ഇതിനൊപ്പമാണ് ഹൈക്കോടതിയുടെ ഇടപെടലുകൾ സജീവമായി തന്നെ തുടരുന്നതിനിടെയാണ് സുപ്രീം കോടതിയോട് ഈ കേസിൽ പങ്കുചേർന്നിരിക്കുന്നത്. സുപ്രീം കോടതി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഈ കേസിൽ വാദം കേൾക്കും. കൃത്യമായ റിപ്പോർട്ടുകൾ തേടുമെന്നാണ് മനസ്സിലാകുന്നത്. ബംഗാൾ ഗവർണർ അമിത്ഷായെ കാണാൻ സമയം തേടിയിട്ടുണ്ട്. ഈ വിഷയം കൂടുതൽ സജീവമാവുകയാണ്. രാജ്യവ്യാപകമായി സമരം നടക്കുന്നതിനൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയം ആയിക്കൂടി വിഷയം മാറുകയാണ്. ഇതിപ്പോൾ വലിയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ രാജ്യമെമ്പാടും ഈ ഒരു പ്രതിഷേധം ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ടതാണ് രാത്രി വൈകിയുമുള്ള പ്രതിഷേധം. ഒപ്പം തന്നെ ഈ ഫുട്ബോൾ ക്ലബ്ബുകളടക്കം അവരുടെ ആരാധകരടക്കമുള്ള ഒരു പ്രതിഷേധം, അങ്ങനെ പ്രതിഷേധം വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ ബംഗാൾ ഗവർണർ സമയം തേടിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നീക്കങ്ങളാണ് ഈ ഒരു സമരം കഴിഞ്ഞ ദിവസം കണ്ടത്, നിരോധനാജ്ഞ അടക്കം ഈ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ എല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവെക്കാതെയുള്ള പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ടല്ലോ. സമരം ഇന്നും തുടരുമെന്നാണ് അറിയുന്നത്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അത് ഒരു ഭാഗത്ത് മാത്രമല്ല, കൽക്കത്തയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം. ഫുട്ബോൾ താരങ്ങളാണ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് സമീപത്ത് ഇരച്ചെത്തി പ്രതിഷേധിച്ചതെങ്കിൽ ഇന്നലെ അർദ്ധരാത്രി വരെ വനിതകളും കുട്ടികളും അടങ്ങുന്ന സംഘങ്ങൾ, ചെറു സംഘങ്ങളായി കൊൽക്കത്തയിലെ വിവിധ ഭാഗങ്ങളിൽ സമരം നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. നിയന്ത്രണങ്ങൾ, ആർ.ജി. കർ മെഡിക്കൽ കോളേജിന് സമീപത്ത് നിയന്ത്രണങ്ങളുണ്ട്, ഡോക്ടർമാരുടെ സമരത്തിന് നിയന്ത്രണമുണ്ട്. പക്ഷേ ആ നിയന്ത്രണത്തിനെ അതിജീവിച്ചുകൊണ്ട്, മറികടന്നുകൊണ്ട് മറ്റിടങ്ങളിൽ സമരം നടത്തുകയാണ് പ്രതിഷേധക്കാർ. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളോട് ജൂനിയർ ഡോക്ടർമാർ ഉൾപ്പെടെ സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആശുപത്രിയിലെ ഉൾപ്പെടെ ജീവനക്കാരുടെ പ്രശ്നങ്ങളാണ്. അവിടെ CCTV സംവിധാനങ്ങളില്ല, കാര്യമായ നിരീക്ഷണ സംവിധാനങ്ങളില്ല, സുരക്ഷയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നിരത്തി പ്രത്യേകിച്ച് ഈ ബംഗാൾ ഗവർണർ ഉൾപ്പെടെ രംഗത്തെത്തുകയാണ് സർക്കാരിനെതിരെ. അപ്പോൾ എത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധം, വലിയ പ്രതിരോധത്തിലേക്ക് മമതാ ബാനർജി സർക്കാർ നീങ്ങുകയാണ്. മമതാ ബാനർജി സർക്കാരിന്റെ രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം സംഭവിക്കാത്ത അത്തരത്തിലൊരു പ്രതിരോധത്തിലേക്ക് സർക്കാർ നീങ്ങുന്നൊരു സാഹചര്യമാണ്. സർക്കാർ, അതായത് ബംഗാളിൽ ഇനി ഉടലെടുക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റം എന്താകും, പ്രത്യേകിച്ച് ബംഗാൾ ഗവർണർ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ? ബംഗാളിന്റെ രാഷ്ട്രീയ ഗതിയെ തന്നെ ഈ സമരങ്ങൾ മാറ്റുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. കാരണം ബംഗാൾ കഴിഞ്ഞ വർഷങ്ങളിലോ ഈ അടുത്ത കാലത്തോ കണ്ടിട്ടില്ലാത്തത്ര ശക്തമായ പ്രക്ഷോഭമാണ്
കൊൽക്കത്തയിലും പരിസരങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതെങ്ങനെയാണ് ഫലിക്കുക? പ്രതിഷേധം അത് പോലീസിനും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്കും ജീവനക്കാർക്കും കൈകാര്യം ചെയ്യാനാവാത്ത രൂപത്തിലേക്ക് മാറുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ആര്യ, ക്രമസമാധാന പ്രശ്നം തന്നെയാണ് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ബംഗാളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ആര്യ, ഈ അഭയ്ക്ക് നീതി എന്നുള്ളൊരു നീക്കത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. അതെ, ആദിൽ പാലോട് വിശദാംശങ്ങൾ നൽകിയത്.